vector valued functions and space curves. Chapter 12.1. ഓക്കെ, ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു കാറ് മൂവ് ചെയ്യുമ്പോൾ XY പ്ലെയിനിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻസ് കണ്ടിരുന്നു. എങ്ങനെ x=f(t), y=g(t) എന്നുള്ള ഒരു പാരാമെട്രിക് ഇൻ്റർവെല്ലിൽ ടി വേരിയനുസരിച്ച് കൊടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സെയിം നൊട്ടേഷൻസ് അതായത് ഒരു ബോഡിയുടെ പൊസിഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ട രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാറ് അല്ലേ. ഒരു ടി എന്നുള്ള ടൈമിൽ ബോഡി എവിടെയാണ് മൂവ് ചെയ്യണത്, എങ്ങനെയാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട്. സോ ഫോർ ഈച്ച് ടി ഇൻ ഐ, the position interval r of the object is the vector with the initial point at the origin and the terminal point f of t g of t. In other words, the notation is എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്, r of t equal to f of t, g of t ബ്രാക്കറ്റിൽ പെയർ ആയിട്ട്, അല്ലെങ്കിൽ f of t I plus g of t j for every t element of I. That is, t takes increased values. The terminal point r of t traces the path of the object which is plane curve C. അതായത് നമുക്ക് ഇങ്ങനെ വരാൻ പോകുന്നത് പാത്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇത് ടിയുടെ ഓരോ വേരിയേഷൻ, ടി ഒരു ഇൻ്റർവൽ എ, ബിയിൽ വേരിയനുസരിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, എഫ് ഓഫ് ടിയുടെ വാല്യൂ ജി ഓഫ് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് എഫ് ഓഫ് ടി ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ പേയേഴ്സ് അടയാളപ്പെടുത്തും. എന്നിട്ട് ആ പേയേഴ്സിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മൾ ഒരു ബോഡി മൂവിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു പാത്ത് കിട്ടും. സോ ഇതുപോലൊരു പാത്താണ് കിട്ടുന്നുണ്ടാവുക. ജസ്റ്റ് ഒരു പാത്തിൻ്റെ എക്സാമ്പിൾ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എക്സാക്ട് എഫ് ഓഫ് ടി ജി ഓഫ് ടി എന്താണെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല പാത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ സംഭവം തന്നെ 3 ഡയമെൻഷനിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ x=f(t), y=g of t, z=h of t എന്ന് മൂന്നായിട്ടുണ്ടെങ്കിൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, r of t equal to എന്താ വരിക, f of t, g of t, h of t എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്ലറ്റ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ f of t I plus g of t j plus h of t k. ആ ഡയറക്ഷൻ പറയുകയാണ് I j k ഡയറക്ഷൻ, 3 ഡയറക്ഷന് വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. As t takes on increased values, the terminal point r of t takes the path of the object which is a space curve C. Example ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. The function r is called a vector valued function. R is called a vector valued function or vector function of real variable t because its value r of t is a vector and its domain is a subject of real numbers. എന്നുവെച്ചാൽ t വേരി ചെയ്യുന്നത് റിയൽ നമ്പേഴ്സിലാണ് വേരി ചെയ്യുന്നത്. സോ നമ്മൾ ഡിഫൈൻ ചെയ്യണു എ വെക്ടർ ഫംഗ്ഷൻ or a vector function. Vector valued function or a vector function is a function r defined by r of t equal to f of t I plus g of t j plus h of t k, where the component functions f, g and h are real valued functions of the parameter t lying in the parameter interval I. ഞാൻ പറയാൻ പോകുന്നത് എന്താ, ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് പാരാമീറ്റർ ഇൻ്റർവൽ ഓഫ് ദ വെക്ടർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ആർ ഓഫ് ടി ഈക്വൽ ടു ഇതുപോലെ 3 ഫംഗ്ഷൻസ് ഫോമിൽ തന്നാൽ, ഇത് ഫസ്റ്റ് കോർഡിനേറ്റിൽ 1/t ആണ് ഫംഗ്ഷൻ, സെക്കൻഡ് കോർഡിനേറ്റിൽ √(t-1) ആണ്, തേർഡ് ഫോമിൽ ln(t) ആണ്. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ്റെ ടി വാല്യൂ വേരി ചെയ്യണമെങ്കിൽ എങ്ങനെ വേണം, 1/tയും √(t-1) അതുപോലെ ln(t)യും 3 ആ ടി വാല്യൂസിൽ ഡിഫൈൻഡ് ആയിരിക്കണം. സോ അതിനനുസരിച്ച് ടിയുടെ എന്ത് പറയാൻ പറ്റുള്ളൂ, നമുക്ക് ടിയുടെ ഡൊമൈൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. എഫ് ഓഫ് ടികൾ 1/t ആകുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും 0 പറ്റില്ല. ജി ഓഫ് ടികൾ √(t-1) ആകുമ്പോൾ എന്താ 1ന് ശേഷമുള്ള വാല്യൂസേ പാടുള്ളൂ, അല്ലെങ്കിൽ എന്താവും റൂട്ടിനകത്ത് നെഗറ്റീവ് വരും. ഇനി ln(t) ആകുമ്പോൾ എന്താകുക, അതും പോസിറ്റീവ് 0 പറ്റില്ല, 1 തൊട്ട് അങ്ങോട്ടുള്ള വാല്യൂസാണ് അതിനും പോസിബിൾ ആവുക. സോ നമുക്ക് എന്താ പറയാൻ പറ്റും, t=0 ഡിഫൈൻഡ് അല്ല, g t>1 ഡിഫൈൻഡ് അല്ല, h ഡിഫൈൻ t>0 ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. ദെർഫോർ മൊത്തത്തിൽ എന്താ 1 തൊട്ട് അങ്ങോട്ടുള്ള വാല്യൂസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്, ആറിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് 1, ആണ്. Now curves defined by vector functions. Sketch the curve defined by the vector functions. R of t equal to 3 cos t minus 2 sin t. സോ നമ്മളിങ്ങനെ ആർ ഓഫ് ടി റെപ്രസെൻറ്റ് ചെയ്യണം, നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നോക്കണം. വേറെ 0 <t <2π. പാരാമെട്രിക് ഇക്വേഷൻ തന്ന പ്രകാരം x equal to 3 cos t, y equal to minus 2 sin t ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടിനെയും സ്ക്വയർ ചെയ്യാം. x² equal to 9 cos square t, മറ്റേതിനെ 4 sin square t. സോ ഡിവൈഡ് ചെയ്യണം, മറ്റേ ഒരെണ്ണത്തിനെ ഇയാളുടെ സ്ക്വയറിനെ 4 കൊണ്ട് ഇയാളുടെ സ്ക്വയറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിലോട്ട് നമുക്ക് ദിസ് ഈസ് x² + 9 + y² / 4 = 1 എന്ന് വെച്ചാൽ എലിപ്സിൻ്റെ ഫോർമുലയിലോട്ട് നമുക്ക് എത്താൻ പറ്റും. സോ നമുക്ക് എലിപ്സിൻ്റെ ഫോർമുല അറിയാവുന്നതുകൊണ്ട് നമ്മൾ അതുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഇനി സ്കെച്ച് ദി കർവ് ഡിഫൈൻഡ് ബൈ ദ വെക്ടർ ഫംഗ്ഷൻ r of t equal to 2 - 4t into I -1 + 3t into j + 3 + 2t into k, where 0t < or 1. സോ പാരാമെട്രിക്കേഷനിൽ എന്തൊക്കെയല്ല, x equal to ആരാണ്, x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 2 - 4t ആണ്, y എന്ന് പറയുന്നത് -1 + 3t ആണ്, z എന്ന് പറയുന്നത് 3 + 2t ആണ്.
സോ ഒറിജിൻ അത് സ്റ്റാർട്ടിങ് ടിയുടെ വാല്യൂ 0 തൊട്ട് 1 വരെയാണുള്ളത്. സോ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ടി ഈക്വൾ ടു 0 ആയിട്ടുള്ള വാല്യൂ എന്ന് വെച്ചാൽ ടി ഈക്വൾ 0 കൊടുത്താൽ ഉണ്ടാവും എക്സ് ഈക്വൾ 2 കിട്ടും, വൈ ഈക്വൾ ടു -1 ആയിരിക്കും, സെഡ് ഈക്വൾ ടു 3 കിട്ടും. ദാറ്റ് ഈസ് 2 -1, 3 ആണ് അതിൻ്റെ വിച്ച് ആർ ദ പാരാമെട്രിക്കേഷൻസ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 2 -1, 3 വിത്ത് ഡയറക്ഷൻ നമ്പേഴ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ മൂവ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ ആ ഒരു ടിയുടെ ആ കോയിഫിഷ്യൻ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വിത്ത് ഡയറക്ഷൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് -4, 3, 2 because the parameter interval is the closed interval 0, 1 കൊടുക്കുമ്പോൾ എന്ത് വാല്യൂ വരും നമുക്കറിയാം. ഇനീഷ്യൽ പോയിന്റ് ടി ഈക്വൾ ടു 0 കൊടുക്കുന്ന പോയിന്റ് അതായത് എന്താണ് 2 -1, 3 ആണ്. 2 -1, 3 ആണ്. ഇനി ടെർമിനൽ പോയിന്റ് എന്തായിരിക്കും ടി ഈക്വൾ ടു 1 വരുന്ന വാല്യൂ. ടി ഈക്വൾ 1 കൊടുക്കുമ്പോൾ എന്താണ്ടാവുക ടി ഈക്വൾ 1 കൊടുക്കുമ്പോൾ ആദ്യത്തെ ആൾ 2 -4, -2, അടുത്ത ആൾ -1 + 3, 2, ഇത് 3 + 2, 5. സോ -2, 2, 5 ആണ് അതിൻ്റെ ടെർമിനൽ പോയിന്റ്. അപ്പോൾ R0 ഇനീഷ്യൽ പോയിന്റ്, R1 ടെർമിനൽ പോയിന്റ്. Sketch the curve defined by the vector function r of t equal to 3i plus tj plus 4 - t square k where -2 less than equal to t less than equal to 2. സോ ഇതാകുന്ന പ്രകാരം x ഈക്വൾ ടു ആരാണ് 3 ആണ്, y ഈക്വൾ ടു t ആണ്, z ഈക്വൾ ടു 4 - t square എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. സോ നമ്മൾ ടീനെ എലിമിനേറ്റിംഗ് t ഫ്രം സെക്കൻഡ് ആൻഡ് തേർഡ് ഇക്വേഷൻസ് വി ഒബ്റ്റൈൻ വേറെ ഫോമിലോട്ട് മാറ്റണമെന്ന് മാത്രം. നമുക്ക് എന്താ y ഈക്വൾ ടി ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ z ഈക്വൾ ടു 4 - y² ആണ്. ഓക്കെ, സിൻസ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് ഓൺ ദ കർവ് മസ്റ്റ് ആൾവേസ് ബി 3 അല്ല എക്സ് ഈക്വൾ 3 തന്നിട്ടുണ്ട്. സോ എക്സ് കോർഡിനേറ്റിന് ഒരിക്കലും മാറാൻ പറ്റില്ല, 3യിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ആസ് ഇംപ്ലൈഡ് ബൈ ദ ഇക്വേഷൻ എക്സ് ഈക്വൾ ടു 3 വി കൺക്ലൂഡ് ദാറ്റ് ദ ഡിസൈഡ് കർവ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ parabola z ഈക്വൾ ടു 4 - y² വിച്ച് ലൈസ് ഇൻ ദ പ്ലെയിൻ എക്സ് ഈക്വൾ ടു 3. എക്സ് ഈക്വൾ ടു 3 എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. മാത്രമല്ല സെഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെഡ് ഈക്വൾ 4 - y² ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഇത് പർട്ടിക്കുലർ പാരാബോള ആയിരിക്കും എക്സ് ഈക്വൾ ടു 3യിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ പ്ലെയിനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളായിട്ട് വരുന്നത് പറയുന്നത്. എൻ്റെ വാല്യൂ ടി റൺസ് ഫ്രം -2 to 2 ടെർമിനൽ പോയിന്റ് ആർ ട്രേസസ് ദ വാല്യൂസ്. അതുകൊണ്ട് എന്താ വരിക 0 കൊടുത്താൽ 3, 0, 3, -2, 0, -2 കൊടുക്കുമ്പോൾ വാല്യൂ ആണ് പറയണത്. R of -2 എന്ന് പറഞ്ഞ ഇത് വരുന്നുണ്ട്. ഇനി R of അടുത്ത് കൊടുക്കുന്നുണ്ട്, R of 2 കൊടുക്കുന്നുണ്ടാവുക സെയിം തന്നെ വരിക 3i + 2j. സോ ഫിഗർ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക 3 - 2, 0 ഇവിടെ, 3, 2, 0 ഇത്. ഈ പാരാബോള അതാണ് പാരാബോള ആ പ്ലെയിനിലുള്ള പാരാബോളായിട്ട് ചിത്രം വരച്ചിട്ടുള്ളത്. അടുത്തെന്താ sketch the curve defined by the vector function r of t equal to 2 cos ti 2 sin tj plus tk 0 t less than 2pi. സോ എന്താ x equal to 2 cos t, y equal to 2 sin t, z equal to t ആണ്. സോ എന്താ ടൈം x² / 2 plus y² / 2 equal to എന്താ 1 ആണ്. ദാറ്റ് ഈസ് എന്താണ് ആ എക്സ് വൈ പ്ലെയിനിൽ അതൊരു x² + y² = 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളാണ്. വിത്ത് വേരി ചെയ്യണത് എവിടെയാണ് x z equal to t-യിലാണ് വേരി ചെയ്യണത്. ദാറ്റ് ഈസ് സേസ് ദാറ്റ് ദ കർവ് ലൈസ് ഓൺ ദി right circular cylinder of radius 2 whose axis is z axis at t equal to 0 r of 0 equal to 2i that is 2, 0, 0 and starting point. നമുക്ക് എന്താ ചെയ്തിട്ടില്ല എന്നുള്ളത് ആദ്യത്തെ രണ്ട് ഇക്വേഷനിൽ നിന്നും കോസ്റ്റീം x equal 2 കോസ്റ്റീം y equal 2 sin t ആണ്. അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താ ആ എക്സ് വൈ പ്ലെയിനിൽ അത് എങ്ങനെയിരിക്കും ആ എക്സ് വൈ പ്ലെയിനിൽ എടുത്തു കഴിഞ്ഞാൽ ആരെപ്പോലെ ഇരിക്കും ഒരു സർക്കിളിനെ പോലെ ഇരിക്കണം. പക്ഷേ സെഡ് പ്ലെയിനിൽ ആരായിട്ട് അയക്കുന്നത് ഐഡൻറ്റിറ്റി എക്സ് z equal to t ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ആയിട്ട് അയക്കുന്നത്. ടിയുടെ വേരിയേഷൻ 0 തൊട്ട് 2π വേരി ചെയ്യുകയാണ് ചെയ്യണത്. അതായത് 0 to 2π നീളത്തിലുള്ള രീതിയിലുള്ള ലെങ്ത്തിൽ ഹൈറ്റിൽ വിത്ത് 2 റേഡിയസ് ഉള്ള രീതിയിലുള്ള ഒരു സിലിണ്ടറാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത് കിട്ടാൻ പോകുന്നത് പിക്ചർ പ്രകാരം. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് t equal to 0 കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത് ആരാ 2, 0, 0 ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി കർവ്. z equal to t, set coordinate of the point on the curve increases as t increases. So the spiral upwards around the cylinder in a counterclockwise direction. Last point ആരാ വരിക 2, 0, 2π and this curve is called the helix.
ഓക്കെ, പിക്ചർ കംപ്ലീറ്റ്ലി സിലിണ്ടർ അല്ല കിട്ടാൻ പോകുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 4 എന്നുള്ള ഈ താഴെ ഈ രീതിയിൽ കർവ് വരുന്ന രീതിയിൽ ഈ ഷേപ്പ് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അതിനാണ് പർട്ടിക്കുലർ കർവിന് എന്ത് പറയുന്നത്, ഹെലിക്സ് എന്ന് പറയുന്നത്. അതായത് സിലിണ്ടർ ആവണമെങ്കിൽ മൊത്തത്തിൽ ആ റീജിയൻ വേണം പർട്ടിക്കുലർ. പക്ഷേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യം ആ സിലിണ്ടറിലൂടെയാണ് പിക്ചറിൻ്റെ ഈ കർവ്, സർഫസ് കൂടിയാണ് ഈ കർവ് പോകണമെന്നുള്ളതാണ് പറയണത്. The curve spirals upward around the cylinder in a counterclockwise direction. Find a vector function which describes the curve of an intersection of the cylinder x square plus y square equal to 4 and the plane x plus y plus 2z equal to 4. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് പറഞ്ഞിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ 4 എന്ന് പറഞ്ഞിട്ടുള്ള സിലിണ്ടർ വന്നിട്ടുണ്ട്. ആൻഡ് എക്സ് പ്ലസ് വൈ പ്ലസ് 2z equal to 4 എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയിൻ തന്നിട്ടുണ്ട്. ഓക്കെ, ആ പ്ലെയിൻ അപ്പോൾ ആ സിലിണ്ടറിനെ കട്ട് ചെയ്യാണ്. സോ എക്സാക്ട്ലി എവിടെ കട്ട് ചെയ്യാന്ന് നോക്കണമെങ്കിൽ പി ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ് ബി എനി പോയിന്റ് ഓൺ ദ കർവ് ഓഫ് ഇന്റർസെക്ഷൻ സി, then the x and y coordinates lie on the right cylinder of the radius 2 and the axis lies along the z axis. നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ്. സർക്കിളിൽ ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാവുന്ന എക്സ് ഈക്വൽ ടു കോസ് ടി ആണ്, വൈ ഈക്വൽ ടു സൈൻ ടി ആണെന്നുള്ളത് അറിയാം. അപ്പോൾ നമുക്ക് സെറ്റ് കോർഡിനേറ്റിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കണം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്കറിയാവുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അടുത്ത ഇക്വേഷൻ ചെയ്ത് എക്സ് പ്ലസ് 2y പ്ലസ് 2z ഈക്വൽ ടു 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും, ദറ്റ് ഈസ് 2 കോസ് ടി പ്ലസ് 2 സൈൻ ടി പ്ലസ് 2z ഈക്വൽ ടു 4 ആവും. ദറ്റ് ഈസ് z ഈക്വൽ ടു 2 മൈനസ് കോസ് ടി മൈനസ് സൈൻ ടി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ മാറും, നമ്മുടെ ആർ ഓഫ് ടി കിട്ടും. 2 cos t I plus 2 sin t j plus 2 cos t minus sin t equal to k, where 0 t less than 2 pi. നമ്മുടെ സിലബസ് പ്രകാരം ഈ എക്സാമ്പിൾ 7 എന്ന് പറയുന്നത് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം അത് കമ്പ്യൂട്ടർ വെച്ചിട്ട് പ്ലോട്ട് ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്കത് വേണ്ട.